ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പല ഇലക്ട്രിക് വാഹനങ്ങൾക്കും തീ പിടിക്കുന്നതായിട്ടുള്ള പല ന്യൂസുകളും നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. സ്കൂട്ടറുകൾക്ക് കണ്ടിട്ടുണ്ട്, അതേപോലെ തന്നെ കാറുകൾക്കാണെങ്കിലും. അവസാനം ഇപ്പോൾ ഈ അടുത്ത് ബസ്സുകൾ, ഇലക്ട്രിക് ബസ്സിന് വരെ തീ പിടിച്ചിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് മാത്രമല്ല ഈ ഒരു തീപിടുത്തം ഒരു സംഭവം ഉണ്ടാകുന്നത്. പെട്രോൾ വാഹനങ്ങൾക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം പെട്രോൾ വാഹനങ്ങളെ നോക്കുന്ന സമയത്ത് ഇലക്ട്രിക് വാഹനങ്ങൾ വളരെ കുറവാണ് തീ പിടിച്ചിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുള്ളത്. പെട്രോൾ വാഹനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തീ പിടിക്കുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതാണ്. അപ്പോൾ ഇപ്പം ഈ അടുത്ത് സംഭവിച്ചൊരു കാര്യം നമ്മൾ പറയാം. ഇപ്പൊ ഈ ഇന്നലെ രാവിലെ നടന്നൊരു സംഭവമാണ്. എഡ് എഡ് എന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഷോറൂമിലാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. ഇത് നടന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലപ്പുഴയിലാണ്. ആലപ്പുഴ തിരുവമ്പാടി ജംഗ്ഷന് സമീപമുള്ള എഡ് ഇലക്ട്രിക് സ്കൂട്ടർ ഷോറൂമിലാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് തീപിടുത്തം ഉണ്ടാകുന്നത് ഇന്നലെ രാവിലെയോട് കൂടിയിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിന് കാരണമായി പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവീസിന് കൊണ്ടുവന്നിട്ടുള്ള വേറൊരു ഇലക്ട്രിക് സ്കൂട്ടർ അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു സ്കൂട്ടറിൽ നിന്നാണ് തീപിടുത്തം ഉണ്ടായത് എന്നാണ് കമ്പനി പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അപ്പം അതിൽ ലെഡ് ആസിഡ് ബാറ്ററി ആയിരുന്നു ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം അത് കഴിഞ്ഞ ശേഷം അതിന്റെ ഉടമ അത് മാറ്റിയതിന് ശേഷം ലിഥിയം അയൺ ബാറ്ററി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലിഥിയം അയൺ ബാറ്ററി ഫിറ്റ് ചെയ്തതാണ് ഈ ഒരു തീപിടുത്തത്തിന് കാരണമെന്നാണ് കമ്പനിയുടെ വിശദീകരണം എന്ന് പറയുന്നത്. പക്ഷെ ഇത് എത്രത്തോളം സത്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും നമുക്ക് ഇതിൽ നിന്ന് ഒരു അന്വേഷണം ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സത്യം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ആ ഒരു സംഭവം നടന്നിട്ട് ഏകദേശം 43 സ്കൂട്ടറുകൾക്കോളം തീപിടുത്തം ഭാഗികമായിട്ടുണ്ടായിട്ടുണ്ട്. അതുതന്നെ 3 സ്കൂട്ടറുകൾ പൂർണ്ണമായിട്ടും കത്തി നശിച്ചതായിട്ടും ഈ ഒരു ഇതിൽ പറയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, വയറിങ്ങിനും കൂടുതലായിട്ടുള്ള ആ ഒരു ബിൽഡിങ്ങിന്റെ വയറിങ്ങിനൊക്കെ കേടുപാടുകൾ സംഭവിച്ചു. ഏകദേശം ലക്ഷങ്ങൾക്ക് മേലെ ഈ ഒരു നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കമ്പനി പറയുന്നത്. ഇവരെ ഷോറൂം അധികൃതർ പറയുന്നത്. എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മൾക്കിപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് തീ പിടിക്കുന്നതായിട്ടുള്ള സംഭവങ്ങൾ ഇപ്പോൾ ആദ്യത്തെ അപേക്ഷിച്ച് കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ അടക്കി പിടിച്ച് തീപിടുത്തം ഉണ്ടാകുന്നുണ്ടായിരുന്നു. അപ്പോൾ പല കമ്പനികളും ഇതുപോലെ തന്നെ വാഹനങ്ങൾ തിരിച്ചു വിളിച്ച് അതിന്റെ ബാറ്ററികൾ റീപ്ലേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സംഭവത്തോടു കൂടി കുറേയൊക്കെ ഇതിൽ കുറഞ്ഞു വരുന്നുള്ളതാണ് തോന്നുന്നത്. അപ്പൊ എന്ത് സംരംഭമായാൽ തന്നെയും ആദ്യം ഇറങ്ങുന്ന സമയത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ അത് മാറ്റം വരുത്തിയാണ് ഇപ്പൊ ഇന്ന് കാണുന്ന പെട്രോൾ വാഹനങ്ങൾ പോലുള്ള ഒരു രീതിയിലുള്ള പെർഫോമൻസും അതുപോലെ തന്നെ കംപ്ലൈൻസും ഇല്ലാത്ത രീതിയിലാക്കിയെടുത്തത്. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു ഇലക്ട്രിക് EV ഇൻഡസ്ട്രിയും അതുപോലെ തന്നെ മാറ്റങ്ങൾ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ എന്തായാലും ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ബൈ.